മണ്ണിടിച്ചിൽ എല്ലാ വർഷവും ഉണ്ട്. ഇപ്പോൾ ഒരു 2018 മുതൽ എല്ലാ വർഷവും തുടർച്ചയായിട്ട് മണ്ണിടിച്ചിൽ. ഇപ്പോൾ മിനിഞ്ഞാന്ന് രാത്രി അവിടെ വലിയൊരു കല്ലും അതോടുകൂടിയുള്ള മണ്ണും ഇതെല്ലാം ഒഴുകി പോന്നപ്പോൾ തന്നെ സാറുമാരൊക്കെ രാവിലെ വന്നു. പിന്നെ ഒരു ഉച്ചയോടുകൂടി മാറാൻ പറഞ്ഞു. എല്ലാവരും എല്ലാ പ്രാവശ്യം ഇതൊക്കെ തന്നെയല്ലേന്ന് ഓർത്ത് പിന്നെ മടിച്ചു. പിന്നെ മഴയുടെ ശക്തി കൂടുതലായപ്പോഴും 5 മണിയോടുകൂടി ഞങ്ങൾ എല്ലാവരും മാറി. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് എറണാകുളത്ത് യെല്ലോ അലർട്ടുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ 3 മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ്. ഇന്നലെ അർദ്ധരാത്രിയിലും ഇന്ന് പുലർച്ചയിലുമൊക്കെ തന്നെ നല്ല രീതിയിൽ മഴയുണ്ട്. ഇപ്പോഴും അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് എറണാകുളം ജില്ലയിൽ പെയ്യുന്നത്. നമുക്കറിയാം, എറണാകുളത്ത് മഴയൊന്ന് ചാറിയാൽ കൊച്ചി നഗരം ഉൾപ്പെടെ വെള്ളത്തിനടിയിലാവുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അത് നമ്മൾ കണ്ടതുമാണ്. ഹൈക്കോടതി പോലും ഇടപെട്ട ഒരു സാഹചര്യം. ഇന്നും ഹൈക്കോടതി ആ കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് കാക്കനാട്ടെ ഒരു ഹൈസ്കൂളിലാണ്. ഇവിടെ കീരേലി മലയിൽ നിന്നുള്ള മണ്ണിടിച്ചിൽ ഭയം മൂലം അവിടെ നിന്ന് ഏകദേശം 8ഓളം കുടുംബങ്ങളെ ഈ ക്യാമ്പിലേക്ക്, എറണാകുളം ജില്ലയിൽ ആകെ ഒരു ക്യാമ്പാണ് നിലവിൽ തുറന്നിട്ടുള്ളത്, ഈ ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 20ഓളം പേരാണ് ഈ ക്യാമ്പിൽ കഴിയുന്നത്. രോഗബാധിതരുണ്ട്, കുട്ടികളുണ്ട്. ഇവർക്ക് വേണ്ടുന്നുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇവർ എത്തിയത് എന്നുള്ളതാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ചേച്ചി, എത്ര മണിക്കാണ് എത്തിയത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ അവിടെ മണ്ണിടിച്ചിൽ എല്ലാ വർഷവും ഉണ്ട്. ഇപ്പോൾ ഒരു 2018 മുതൽ എല്ലാ വർഷവും തുടർച്ചയായിട്ട് മണ്ണിടിച്ചിൽ. ഇപ്പോൾ മിനിഞ്ഞാന്ന് രാത്രി അവിടെ വലിയൊരു കല്ലും അതോടുകൂടിയുള്ള മണ്ണും ഇതെല്ലാം ഒഴുകി പോന്നപ്പോൾ തന്നെ സാറുമാരൊക്കെ രാവിലെ വന്നു. പിന്നെ ഒരു ഉച്ചയോടുകൂടി മാറാൻ പറഞ്ഞു. എല്ലാവരും എല്ലാ പ്രാവശ്യം ഇതൊക്കെ തന്നെയല്ലേന്ന് ഓർത്ത് പിന്നെ മടിച്ചു. പിന്നെ മഴയുടെ ശക്തി കൂടുതലായപ്പോഴും 5 മണിയോടുകൂടി ഞങ്ങൾ എല്ലാവരും മാറി. ഇവിടെ രാത്രിയോടുകൂടിയാണ് എത്തുന്നത്. ഭക്ഷണ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സൗകര്യം, ഭക്ഷണം നല്ല രാത്രി കിട്ടി. സൗകര്യം എന്ന് പറഞ്ഞാൽ ഫുൾ നനഞ്ഞു. അത്രയും ശക്തിയായിട്ടുള്ള മഴയായ കാരണം കാറ്റടിച്ചിട്ട് കൊച്ചും ഞങ്ങളെല്ലാവരും നനഞ്ഞു. ചേട്ടനിപ്പോൾ സർജറി കഴിഞ്ഞേക്കണത്. അപ്പം അവിടുന്ന് കട്ടിൽ അറേഞ്ച് ചെയ്തു തന്നു. കട്ടിൽ ആറ്റത്താർന്നിട്ട് വെച്ചത് അതൊക്കെ ഒരുവിധം നീക്കിയിട്ട്, പക്ഷെ ബെഡ്ഷീറ്റ് എല്ലാം നനഞ്ഞിരിക്കുക. നല്ലോണം ചാറ്റിലടിച്ചിട്ട് ഫുൾ നനഞ്ഞു ഞങ്ങൾ. ബാത്റൂം സൗകര്യങ്ങളും അതൊക്കെ? ബാത്റൂം ഒന്നും റെഡി ആയിട്ടില്ല. ബാത്റൂം ഏതോ ഒരെണ്ണം ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഉദ്യോഗസ്ഥരൊക്കെ വന്നിരുന്നു? എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. സാറുമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ജിൽസി, ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരാണ് ഇന്നലെ രാത്രി ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളവർക്ക് പായും മറ്റ് തലയണ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഈ സ്കൂളിലെ തന്നെ ഒരു അടച്ചുറപ്പുള്ള റൂമല്ല എന്നുള്ളതാണ്, ക്ലാസ് റൂം അല്ല എന്നുള്ളത് കഴിഞ്ഞ ലൈവിൽ തന്നെ ഇവരെല്ലാം തന്നെ പങ്കുവച്ചതാണ്. എന്തായാലും അല്പസമയത്തിനകത്ത് റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തും എന്നുള്ളതാണ് നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. അതിന് ശേഷം മറ്റ് അടച്ചുറപ്പുള്ള ക്ലാസ് റൂമുകൾ തുറന്നു കൊടുക്കാമെന്ന് നമ്മൾ ഉൾപ്പെടെ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എറണാകുളത്ത് അതിശക്തമായിട്ടുള്ള ഒരു മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും കാലാവസ്ഥ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നുണ്ട്. വരും സമയങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നിലവിൽ നൽകിയിട്ടുണ്ടെങ്കിലും വരും സമയങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയാണെങ്കിൽ കൊച്ചി നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കും ഒപ്പം വെള്ളക്കെട്ടും ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. ജിൽസി.